കാസർഗോഡ് ചെറുവത്തൂർ മട്ടനായിൽ ദേശീയപാതയിൽ വിള്ളൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. കാഞ്ഞങ്ങാട് RDOയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധന നടത്തും. അടിയന്തര പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. പ്രദീപ് നാരായണൻ ചേരുന്നു കാസർഗോഡ് നിന്ന്. പ്രദീപ്, വിവരങ്ങൾ പറയും. പെയ്ത വേനൽ മഴയ്ക്ക് പിന്നാലെയാണ് ഞായറാഴ്ച രാവിലെയോടുകൂടി ദേശീയപാത ചെറുവത്തൂർ മട്ടലായിൽ വിള്ളൽ കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ച് കാഞ്ഞങ്ങാട് RDO ഒരു പ്രാഥമിക പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. RDOയ്ക്ക് പുറമെ തഹസിൽദാർ, PWD, റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സോയിൽ കൺസർവേറ്റർ, ജിയോളജിസ്റ്റ്, NHAI പ്രൊജക്ട് ഡയറക്ടർ തുടങ്ങി വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ അംഗങ്ങളായുള്ള ഒരു സമിതിയാണ് അന്വേഷണം നടത്തുക. നേരത്തെ ഈ റോഡ് തകർന്ന ഭാഗങ്ങളിൽ കോൺക്രീറ്റ് മിക്സ് പാകി മുകളിൽ ടാറിംഗ് നടത്തി എന്ന നിർമ്മാണ കമ്പനി അങ്ങനെ ചെയ്തു എന്നൊരു ആരോപണം കൂടി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനം. കാരണം ഇനി മഴ ശക്തമാകുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ദേശീയപാത പൂർണ്ണമായും തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള ഒരു സംവിധാനമായി മാറേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ ഒരു വിദഗ്ധ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രവിത, ശരി, വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും വിള്ളൽ ഉണ്ടായതിന്റെ കാരണം, അതേക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരിക. എന്തായാലും ഇപ്പോൾ അടിയന്തര പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് പ്രദീപ് നാരായണൻ നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.